ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോയാണ്. ഇന്നപ്പോൾ ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അപ്പോൾ കുറച്ച് നെയ്ച്ചോറുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നെയ്ച്ചോറിന് ആവശ്യമായ സവാള ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യമായ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അണ്ടിപ്പരിപ്പ് ചേർക്കട്ടെ. അണ്ടിപ്പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ കിസ്മിസും ചേർക്കുന്നുണ്ട്. എനിക്ക് കിസ്മിസിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കിസ്മിസും അണ്ടിപ്പരിപ്പും ആവശ്യത്തിനിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു മാറ്റി. പിന്നെ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാളയില്ലേ, ആ സവാള ആ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല, കാരണം പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ചോറിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിടന്നോളൂ. അപ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര ചേർത്ത് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. ഈ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. ഞങ്ങൾക്കിവിടെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്തിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഇട്ടൊന്ന് ശരിക്കും മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു സവാള മതി, അത് അരിഞ്ഞെടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് അരി ഇട്ട് വേവിക്കാനുള്ള സവാളയാണ്. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന അരി ആ സവാളയിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, കാരണം അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം അരിയിലേക്ക് ചേർക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം ചേർക്കണം. തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അത് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഈ വെള്ളത്തിലേക്ക് ഒരു നാരങ്ങയും കൂടെ, ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അത് പിഴിഞ്ഞൊഴിക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോറ് ഒന്നിനോട് ഒട്ടാതെ ഇരിക്കും, നല്ല ഇതിൽ അരി കിട്ടും. പിന്നെ അത് അവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യമായ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴറ്റിയൊന്നും എടുക്കണ്ട, പാകത്തിന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല ആവശ്യത്തിന് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് അടുപ്പത്ത് വെച്ച് അത് വേവട്ടെ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ആദ്യം വെച്ച അരി വെന്തോന്ന് നോക്കുവാണ്. അപ്പോൾ നല്ല പാകത്തിന് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഇതിലാണ് വെന്ത് കിട്ടിയത്. ഒരു ചോറ് ഒന്നിനോട് പിടിക്കാതെ നല്ല നന്നായിട്ട് കിട്ടി. പിന്നെ ആവശ്യത്തിന് അതിനകത്തേക്ക് നെയ്യും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവാള ഇതെല്ലാം അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് വെക്കണം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ അതിനകത്തേക്ക് ഗാർണിഷ് ചെയ്ത് നന്നായിട്ട് പാത്രം അടച്ച് അവിടെ വെച്ച ആ സവാളയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെയും എല്ലാം ടേസ്റ്റ് ആ ചോറിലേക്ക് കിട്ടും. പിന്നെ ഒരു ചെറിയ സലാഡ് ഉണ്ടാക്കാമെന്ന് കരുതി. അതിനാവശ്യമായ സവാള, തക്കാളി, പച്ചമുളക്, ഉപ്പും എല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആവശ്യമായ തൈരും കൂടെ ആഡ് ചെയ്ത് എടുക്കണം. പിന്നെ 2 പപ്പടം വറുക്കാമെന്ന് കരുതി. പപ്പടം വറുത്തു. പിന്നെ ഇറച്ചി വെന്തു, അതിനെ ഒന്ന് താളിച്ചെടുക്കണം. അതിനാവശ്യമായ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് എണ്ണയിൽ മൂപ്പിച്ച് കുക്കറിൽ വെന്തിരിക്കുന്ന ബീഫ് ഒഴിച്ച് താളിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ചോറ് വിളമ്പുകയാണ്. ചോറിന് അപ്പോൾ ബീഫ് കറിയും സലാഡും പപ്പടവും പിന്നെ വെളുത്തുള്ളി അച്ചാറുമാണ്. അപ്പോൾ നിങ്ങളും ഊണ് കഴിച്ചെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്നായിരുന്നു ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ എന്നായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.